നമസ്കാരം, വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ് റൂം. കഴിഞ്ഞ ദിവസം നമ്മൾ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസിന്റെ സ്വാധീനത്തെക്കുറിച്ച് പരിചയപ്പെട്ടുവല്ലോ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുവല്ലോ. ഇന്ന് നമുക്ക് ആദ്യം തന്നെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠഭാഗത്തിലെ ആ ചോദ്യങ്ങൾ ഞാൻ പറയാം. എല്ലാവരും റഫ് ബുക്കും പേനയും എടുക്കുക. ചോദ്യം പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Explain the influence of Portuguese in India's social life. ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ പോർച്ചുഗീസിന്റെ സ്വാധീനത്തെക്കുറിച്ച് വിശദമാക്കുക. ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ പോർച്ചുഗീസിന്റെ സ്വാധീനത്തെക്കുറിച്ച് വിശദമാക്കുക. രണ്ടാമത്തെ ചോദ്യം: പോർച്ചുഗീസ് could not establish trade centers in India. Portuguese could not establish many trade centers in India. Why? പോർച്ചുഗീസിന് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? പോർച്ചുഗീസിന് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി വീട്ടിൽ പാരൻസിനെയോ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെയോ കാണിച്ച് കറക്റ്റ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി പഠിച്ചെടുക്കുക. ഇതുപോലെ നാം ടൈം ലൈൻ ആരംഭിച്ചിരുന്നല്ലോ. 1453 മാത്രമേ എഴുതിയിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം 1498 1498 എടുത്തിരുന്നു. വാസ്കോ ഡ ഗാമ റീച്ച്ഡ് ഇന്ത്യ. The arrival of Vasco da Gama in Calicut. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നെത്തി എന്ന് രണ്ടാമത്തെ വർഷമായിട്ട് 1453 താഴെ 1498 എന്ന വർഷം എഴുതിയിട്ട് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് തീരത്ത് വന്നെത്തി. The arrival of Vasco da Gama in Calicut എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഡച്ചുകാർ. പോർച്ചുഗീസിന്റെ പതനത്തിനു ശേഷം ഇന്ത്യയിലേക്ക് വന്ന അടുത്ത യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചിയും കൊല്ലവും. നമ്മുടെ കേരളത്തിലെ കൊച്ചിയും കൊല്ലവുമായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അവരെ ലന്തക്കാർ എന്ന് വിളിക്കുന്നു. ലന്തക്കാർ, അവരെ ലന്തക്കാർ എന്ന് വിളിക്കുന്നു. സോ അനദർ യൂറോപ്യൻ ഫോഴ്സ് റീച്ച്ഡ് ഇന്ത്യ ഫോളോയിങ് പോർച്ചുഗീസ് were Dutch. Dutch were the another European force. Dutch were the another European force following Portuguese. Kochi and Kollam were their main trade centers in India. They were known as Londons. They were known as Londons. ഇനി അവരുടെ സഹായം കൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹോർത്തൂസ് മലബാറിക്കസ്. അന്ന് ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡ് ആണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. കേരളത്തിൽ നിന്നും ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായം കൂടി ഈ പുസ്തകം തയ്യാറാക്കുന്നതിന് അദ്ദേഹത്തിന് ലഭിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു. മെഡിസിനൽ പ്ലാന്റ്സ് ഇൻ കേരള, കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു. അത് തയ്യാറാക്കിയിരിക്കുന്നത് ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ്. അദ്ദേഹത്തിനെ അതിനുവേണ്ടി സഹായിച്ചത് ഇട്ടി അച്യുതൻ വൈദ്യർ. സോ ഇറ്റ് വാസ് വാൻഡ്രീഡ്, എ ഡച്ച് ഗവർണർ, who initiated the compilation of Hortus Malabaricus, a book based on medicinal plants in Kerala. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഉണ്ടായിരുന്നു. ബാറ്റിൽ ഓഫ് കുളച്ചൽ, കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ 1605 ഡച്ചുകാർ കേരളത്തിൽ ഇന്ത്യയിൽ വന്നെത്തി.
അതിനുശേഷം കുറച്ച് നാൾ 100 വർഷത്തോളം അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 1741 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി വ്യാപാരത്തിന്റെ പേരിൽ നടന്ന തർക്കം ഒരു യുദ്ധമായി യുദ്ധത്തിൽ കലാശിച്ചു. കുളച്ചൽ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ആ യുദ്ധം നടന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് ഡച്ചിന് പരാജയപ്പെടേണ്ടി വന്നു. ഡച്ചിന് ഇന്ത്യയിൽ നിന്നും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നതിനും ഈ യുദ്ധം കാരണമായി. അങ്ങനെ കുളച്ചൽ യുദ്ധത്തിൽ 1741 കുളച്ചൽ യുദ്ധത്തിലൂടെ ഡച്ചിന് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. The Dutch fought with Marthandavarma, the king of Travancore. The Dutch fought with Marthandavarma, the king of Travancore, following the dispute over trade. Dutch were defeated by the king of Travancore, Marthandavarma. This battle is known as Battle of Kolachal in 1741. അപ്പോൾ ഡച്ചിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഡച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവർ കൊച്ചി, കൊല്ലം എന്നിവ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളാക്കുകയും അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകം തയ്യാറാക്കുകയും ചെയ്തു. അവരെ ലന്തക്കാർ എന്ന് വിളിക്കുന്നു. ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ ഭാഗത്തിന് ഒരു തുടർ പ്രവർത്തനം തരാം. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ പ്രദേശത്തുള്ള മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച്, ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുക. അതിനെക്കുറിച്ച് ഔഷധ സസ്യങ്ങൾ, നിങ്ങളുടെ പ്രദേശത്ത് ഉള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ച് മാത്രം മതി ഒരു പതിപ്പ്, ഒരു ചെറിയ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഫോട്ടോ ഒട്ടിച്ച് ആ ഔഷധ സസ്യത്തിൻ്റെ പേരെഴുതുക, അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നെഴുതി ഒരു പതിപ്പ്, ഒരു ചെറിയ മാഗസിൻ തയ്യാറാക്കുക. സോ ഡച്ച് ലോസ്റ്റ് ദെയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ. ഡച്ചിനെ ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു എന്ന് നാം പറഞ്ഞല്ലോ. അടുത്ത യൂറോപ്യൻ വിഭാഗം, അടുത്ത യൂറോപ്യൻ ശക്തി വരെയാണ് ഇംഗ്ലീഷുകാർ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു. ഇന്ത്യയും ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിനു വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ആരംഭിച്ചു. അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഗുജറാത്തിലെ സൂററ്റ്. മാത്രമല്ല മുംബൈ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലും, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലും അവർ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. So Dutch lost their power in India. Another European force reached India. They were English started their East India Company in England in the year 1600. Their first trade center in India is Surat in Gujarat. Mumbai, Chennai, Calcutta were their another ട്രേഡ് സെൻറ്റേഴ്സ്. അപ്പോൾ ഇംഗ്ലീഷുകാരെ ഞാൻ അവിടെ നിൽക്കുകയാണ്. അവരെ ആരും തോൽപ്പിക്കാനോ ഇവിടുന്ന് പറഞ്ഞേക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. മറ്റൊരു യൂറോപ്യൻ ശക്തി കൂടി വരുന്നു, ഫ്രഞ്ച് എന്ന യൂറോപ്യൻ ശക്തി കൂടി വരികയാണ്. ദേ സ്റ്റാർട്ടഡ് ദെയർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1664. അങ്ങനെ ഫ്രഞ്ചും ഇന്ത്യയിലേക്ക് വരികയാണ്. അവരും 1664 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചു. അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. Their main trade centers were പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരി ആയിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് ഇപ്പോൾ ഉള്ളത്. പോർച്ചുഗീസും ഡച്ചും ഇന്ത്യയിൽ നിന്നും അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ട് ഇവിടെ നിന്നും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പോർച്ചുഗലിൽ നിന്നും, ഡച്ച് ഇപ്പം എന്താണ് അവരുടെ പ്രസന്റ് നെയിം? ഇപ്പോൾ നെതർലാൻഡിലാണ് ഡച്ച് എന്ന യൂറോപ്യൻ ശക്തി. നെതർലാൻഡിൽ നിന്നുള്ളവരായിരുന്നു. ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരെ
ഫ്രഞ്ച് ഫ്രാൻസിൽ നിന്നുള്ളവർ അല്ലേ. ഇനി നമുക്ക് നമ്മളുടെ വ്യാപാര കേന്ദ്രങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളുടെ മാപ്പ് നോക്കാം. യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ. നോക്കൂ, ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കൂ. എന്ത് കോമൺ ഫീച്ചറാണ് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ തോന്നുന്നത്? എന്ത് പൊതുവായ സവിശേഷതയാണ് ഈ ട്രേഡ് സെന്റേഴ്സിന്, ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്? തീരപ്രദേശങ്ങളാണ്. തീരപ്രദേശം, കോസ്റ്റൽ റീജിയൻസ് ആണ്. എന്തിനു വേണ്ടിയാണ് അവർ ഈ കോസ്റ്റൽ റീജിയൻസ് സെലക്ട് ചെയ്തത്? തീരപ്രദേശ മേഖല തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം എന്തായിരിക്കാം? അവർക്ക് വാണിജ്യം നടത്തുന്നതിന്, കടൽ മാർഗമുള്ള വാണിജ്യ സൗകര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ്, എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഈ തീരപ്രദേശ മേഖലകൾ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട അടുത്തൊരു തുടർ പ്രവർത്തനമാണ് നമ്മളുടെ പ്രസന്റ്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ മാപ്പ് തന്നിരിക്കുന്നു. ഒപ്പം തന്നെ പഴയ മാപ്പിലാണ് ഈ വ്യാപാര കേന്ദ്രങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ കാണിച്ചിരിക്കുന്നത് അല്ലെ. ഇവ പ്രസന്റിൽ ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഒരു എക്സാമ്പിൾ പറയാം. ഗോവ, പോർച്ചുഗീസിന്റെ വാണിജ്യ കേന്ദ്രങ്ങളായ ഗോവ, ദാമൻ, ദിയു. ഗോവ ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? അന്ന് സംസ്ഥാനങ്ങളൊന്നും പഴയ മാപ്പിലെ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? നിങ്ങൾക്കറിയാം, ഗോവ തന്നെ. ദാമൻ, ദിയു യൂണിയൻ ടെറിട്ടറീസ് ആണ്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് അല്ലേ. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ദാമൻ, ദിയു എന്ന് തന്നെ എഴുതിയാലും മതി. ഇതുപോലെ ഡച്ചിന്റെ കൊച്ചി, കൊല്ലം ഏത് സംസ്ഥാനത്താണ്? ഇംഗ്ലീഷിന്റെ വാണിജ്യ കേന്ദ്രങ്ങളായ സൂററ്റ്, കൽക്കട്ട, മദ്രാസ്, ബോംബെ ഏത് സംസ്ഥാനത്താണ്? അതുപോലെ ഫ്രഞ്ചിന്റെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്താണെന്ന് ഈ പഴയ മാപ്പും പുതിയ മാപ്പും വെച്ച് കമ്പയർ ചെയ്ത് നോട്ട്ബുക്കിലേക്ക് ഒരു ടേബിൾ വരച്ച് എഴുതുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി ഒരു ചെറിയ ടോപ്പിക്കും കൂടി എടുക്കുന്നുണ്ടെന്ന്. മോണോപോളി ഓഫ് ട്രേഡ് കോമ്പറ്റീഷൻ, അതായത് വ്യാപാരത്തിന്റെ കുത്തകയ്ക്ക് വേണ്ടിയുള്ള ഒരു മത്സരം. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, പോർച്ചുഗീസും ഡച്ചും ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങി. അവർ തോറ്റു പിൻവാങ്ങി എന്ന് പറയാം. എന്നാൽ ഇംഗ്ലീഷും ഫ്രഞ്ചും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവർ പോയിട്ടില്ല. അവർ തമ്മിലുള്ള ശത്രുത ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. നിരന്തരം അവർ തമ്മിൽ യുദ്ധങ്ങൾ ആരംഭിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ കുത്തക നിലനിർത്തുന്നതിന് വേണ്ടി. ഇംഗ്ലീഷും ഫ്രഞ്ചും തമ്മിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. തെക്കുകിഴക്കൻ പ്രദേശമായ കൊറമാൻഡൽ എന്ന പ്രദേശത്തെ ഇവർ കർണാട്ടിക് എന്നാണ് ഈ യൂറോപ്യൻ ശക്തികളെല്ലാം വിളിച്ചിരുന്നത്. അങ്ങനെ ഈ കർണാട്ടിക് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഈ യുദ്ധത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു കർണാട്ടിക് യുദ്ധമല്ല, യുദ്ധങ്ങൾ എന്ന് പറയുന്നു 3 സീരീസ് ഓഫ് കർണാട്ടിക് യുദ്ധങ്ങൾ. 3 കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നു. ഇതിൽ അവസാനത്തെ യുദ്ധത്തോടുകൂടി ഫ്രഞ്ചിന് ഇന്ത്യയിൽ നിന്നുമുള്ള ആധിപത്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ആരാ ബാക്കിയുള്ളത്? ഇംഗ്ലീഷിന്റെ ഭരണത്തിലേക്കാണ്, ഇംഗ്ലീഷിന്റെ മോണോപോളി ഓഫ് ട്രേഡിലേക്കാണ് നാം ഇനി കടക്കാൻ പോകുന്നത്. The English and French were competed for monopolizing trade with India. Their conflict lasted long. The conflict between English and French in South India. The series of conflict between English and French in South India were known as Carnatic Wars. French were defeated.
ഇത്രയും മനസ്സിലായല്ലോ. ഫ്രഞ്ച് തോറ്റിരിക്കുകയാണ്. ഇനി ഇംഗ്ലീഷ് ആധിപത്യത്തിലേക്ക്, ഇംഗ്ലീഷിന്റെ മോണോപോളി ഓഫ് ട്രേഡിലേക്കാണ് നാം കടക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 2 തുടർ പ്രവർത്തനങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചും അതുപോലെ മാപ്പ്, യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സിന്റെ മാപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് നോട്ടിലേക്ക് എഴുതുക.